ഇന്ന് നമുക്കൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ. കുട്ടികൾക്ക് ചോറിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ഒരു നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസ് ചിക്കന്, ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട, പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് അധികം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല എരിവുള്ളതാണ്. എരിവ് കുറവാണെങ്കിൽ 1.5 ടീസ്പൂൺ എടുത്തോളൂ കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നല്ല സോഫ്റ്റും നല്ല ജ്യൂസിയൊക്കെ ആയിട്ട് ചിക്കൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ മൂടി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നൂഡിൽസ്, നിങ്ങളെ കയ്യിൽ ഏതാ നൂഡിൽസിൽ അതെടുത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു വെജ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ നമ്മൾ ആ ഒരു പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. ഇതൊരു 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നൂഡിൽസിൻ്റെ ബാക്കിൽ നോക്കുക എത്ര മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നൂഡിൽസ് പൊട്ടിച്ചിട്ട് അതിൽ 2 പീസ് ഉണ്ട്. നമുക്കിതിൽ 1 മതിയാവും. 1 4 ആക്കെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വേവിക്കാൻ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഓയിൽ നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ തിളച്ച് വന്ന് കറക്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്താ വെച്ചാൽ കൂടുതൽ വെന്താൽ ഒക്കെ കൂടി ഈ അലിഞ്ഞ പോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഊറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ വെക്കുന്നതിനനുസരിച്ച് ഒട്ടിപ്പിടിക്കാനും അതുപോലെ വെന്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പച്ചവെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കുകയും കൂടി ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുക. ചെറിയൊരു ചൂടുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല തണിയണമെന്നൊന്നുമില്ല, ചെറിയൊരു ചൂട് നിന്നോട്ടെ. എന്നിട്ട് നല്ലപോലെ ആ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അതെടുക്കട്ടെ. നമുക്കിതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ, ആ ഒരു ചിക്കൻ്റെ മിക്സ് ചൂടുള്ള ഓയിലിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിലില്ലേ ആ ഒരു കോൺഫ്ലവർ ഇട്ടുകൊണ്ട് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഇട്ടയും പാടന്നെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ വിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതവിടെ കുക്കാവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ചിക്കൻ മിക്സാക്കി വെച്ച ആ ഒരു ബൗളിലേക്ക് തന്നെ, കഴുകാനുള്ള മടി കൊണ്ടാണ്, ആ ഒരു ബൗളിലേക്ക് തന്നെ 2 കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ മേൽഭാഗം നല്ല മുരിഞ്ഞിട്ട് വേവാണ്ടായി പോകും കേട്ടോ. അപ്പോൾ നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഉള്ളു വേവൂല, പുറം നല്ല മുരിഞ്ഞും കൊണ്ടുണ്ടാവും, പക്ഷേ ഉള്ളു വേവൂല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മൾ അത് ഒഴിക്കുക, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതും നമ്മൾ ചിക്കൻ ചേർത്ത പാത്രത്തിലേക്ക് തന്നെ ചേർക്കുക. കുറേ പാത്രങ്ങൾ നിരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതടക്കട്ടെ, നമുക്ക് സെയിം പാൻ തന്നെ ബാക്കിയും കൂടി റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെ ഉള്ളത്. അതൊന്ന് ചൂടായി വന്നാൽ ചൂടുള്ള പാത്രം തന്നെയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക.
ഇത് ഒരു വലിയ ഉള്ളീൻ്റെ ഒരു വലിയ ഉള്ളി, അതായത് ചെറിയൊരു വലിയ ഉള്ളിയാണ്, ഒരു സവാള, ചെറിയൊരു സവാളയാണ്, അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നേർങ്ങനെ അരിഞ്ഞു കൊടുക്കണം. അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മാത്രം മതി. ഇങ്ങനെ നല്ലപോലെ വാടി മുരിയൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. നല്ലപോലെ സോഫ്റ്റായി വന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രം കേട്ടോ, ഫുൾ എടുത്തിട്ടില്ല, ഒന്നിൻ്റെ പകുതി, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, എല്ലാം നേർങ്ങനെ അരിയണം. പിന്നെ കുറച്ച് ക്യാബേജും ഒരു ക്യാബേജിൻ്റെ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, അതും നേർങ്ങനെ അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നല്ലപോലെ വെന്തടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരിക മാത്രം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും, ഒരു 1/4 ടീസ്പൂണ് സോയാ സോസ്, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചിക്കനും എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മുളക് പൊടി ചേർക്കണം നിർബന്ധമല്ല, പക്ഷേ ആ ഒരു കളറിന് വേണ്ടിയിട്ട് അത് ചേർത്താൽ നല്ലതായിരിക്കും. എരിവുള്ളത് ചേർക്കണ്ട കേട്ടോ, കാശ്മീരി ആണെങ്കിൽ അത്രയും നല്ലത്. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമ്മളെ നൂഡിൽസ് നോക്കിയാൽ നല്ല അങ്ങനെ വിട്ടില്ലേ, നമ്മളത് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയോണ്ടാണ് ഇങ്ങനെ, പിന്നെ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡാക്കി കൊടുത്തല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. പിന്നല്ല, എനിക്ക് മിക്സ് ആക്കണമെങ്കിൽ ആ ഒരു പാൻ പോരാ, അതുകൊണ്ട് തന്നെ നമ്മൾ നൂഡിൽസ് വേവിച്ച ആ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മസാലയോട് കൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല, പാത്രം കുറേ കഴുകേണ്ട വെച്ചിട്ടാണ് ഞാൻ ഒരു പാത്രത്തിൽ തന്നെ ചെയ്തത്. പക്ഷേ മിക്സ് ആക്കുമ്പോൾ അതിൽ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് പണിയാണ്, അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു നൂഡിൽസിലേക്ക് ആ ഒരു മസാല ഫുള്ള് സ്പ്രെഡാക്കി എടുക്കുക. നല്ല ടേസ്റ്റുള്ള നൂഡിൽസാണ്. പിന്നെ ഇത് സ്പ്രെഡ് ആയിക്കില്ലെങ്കിൽ നൂഡിൽസ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ആ ഒരു മസാല ഫുള്ള് നൂഡിൽസിലേക്ക് പിടിപ്പിച്ചെടുക്കുക. ആ ഒരു ചിക്കൻ ആണെങ്കിലും അതുപോലെ എഗ്ഗ് ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് അധികം നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അത് മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് കൂടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ, ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇത്രയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിൽ മാത്രമല്ല, നിങ്ങൾക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നൂഡിൽസാണ്. പിന്നെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും അടിപൊളി തന്നെയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ കുറേ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ വേണ്ടവരൊന്ന് പോയി കണ്ടുനോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീൽ എൻ്റർടൈൻമെൻറ്റ്.